കുറച്ച് പേര് പറയും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ പിമ്പിൾസ് മാറും. വേറെ ചിലർ പറയും ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്താൽ പിമ്പിൾസ് മാറും. ആക്ച്വലി ഇതിൽ ഏതാണ് പിമ്പിൾസ് മാറാൻ യൂസ് ചെയ്യേണ്ടേ? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. First one, salicylic acid. Salicylic acid helps with non-inflammatory acne. ലൈക്ക് നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ ചെറിയ ചെറിയ തരിതരി പോലത്തെ പിമ്പിൾസ് ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ആക്കാനാണ് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൂക്കിന്റെ അവിടെയൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് റെഡ്യൂസ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് സാലിസിലിക് ആസിഡ് സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും അത് റെഡ്യൂസ് ആക്കാനും ഹെൽപ്പ് ആക്കും. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന പിമ്പിൾസിനെ റെഡ്യൂസ് ആക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. നെക്സ്റ്റ് വൺ, ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡ് ഹെൽപ്സ് വിത്ത് ഇൻഫ്ലമേറ്ററി ആക്നെ. ലൈക്ക് നമ്മുടെ ബോഡിയിലും ഫേസിലും ഒക്കെ റെഡ് കളറിലെ വേദനിപ്പിക്കുന്ന ടൈപ്പ് പിമ്പിൾസ് ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ആക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വൈറ്റ് കളർ ഫ്ലൂയിഡ് ഉള്ള മാതിരിയുള്ള പിമ്പിൾസ് ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ആക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുന്ന ബാക്ടീരിയ ഒക്കെ റെഡ്യൂസ് ആക്കാനും പുതിയ ആക്നെ വരാതിരിക്കാനും ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് സഹായിക്കും. സോ എല്ലാവർക്കും ഈ സാലിസിലിക് ആസിഡിന്റെ ബെൻസോയിൽ പെറോക്സൈഡിന്റെ യൂസസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ